തീർച്ചയായും ശ്രീമതി ഷീബ, ഇപ്പോൾ നോക്കൂ, നമ്മൾ കോൺടാക്ട് ചെയ്തതിൽ അമ്മു സജീവിന്റെ അച്ഛൻ സജീവ് ആകട്ടെ, ഇപ്പോൾ നമ്മുടെ ഒപ്പം തന്നെ ഷീബയ്ക്കൊപ്പം തന്നെ ഇരിക്കുന്ന അജാസ് ഖാന്റെ SME കോളേജിൽ ആത്മഹത്യ ചെയ്ത അജാസ് ഖാന്റെ ബന്ധു നിയാസ് ആകട്ടെ, സിദ്ധാർത്ഥന്റെ അമ്മ ഷീബയാകട്ടെ, നിങ്ങൾ 3 പേരും ഈ വർഷം സ്വന്തം മക്കളെ, അല്ലെങ്കിൽ അജാസ് എന്ന് പറയുന്ന ബന്ധുവാണ്, അപ്പോൾ മക്കളെ നഷ്ടപ്പെട്ടവർ, ബന്ധുവായ കുട്ടിയെ നഷ്ടപ്പെട്ടവർ, എല്ലാവരുടെയും പ്രായമെന്ന് പറയുന്നത് അവർ ജീവിതത്തിലേക്ക് കയറാൻ പോകുന്നതേ ഉള്ളൂ. ആ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ച ജോലിയിലേക്ക് എത്താനുള്ള കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നത്. അടുത്ത ഒരു ജനറേഷനെയാണ്, ആ ജനറേഷനിൽപ്പെട്ട 3 പേരെയാണ് 3 കുടുംബങ്ങൾക്ക് നഷ്ടമാക്കിയത്. അതും ഈ വർഷം, അതും ക്യാമ്പസിലാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു ഗൗരവത്തോടെ സർക്കാർ ഈ വിഷയങ്ങളെ കാണുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ ശ്രീ MM നിയാസ്? ഒരിക്കലും ഇല്ല. കാരണം ഗവൺമെൻറ് ഇതിന് കാര്യക്ഷമം, ഇപ്പം സിദ്ധാർത്ഥൻ്റെ കാര്യം ഉണ്ടായപ്പോഴും തന്നെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇഷ്ടംപോലെ പ്രിക്കോഷൻസ് ചെയ്യാമായിരുന്നു. അത്തരം സൗകര്യങ്ങളൊന്നും തന്നെ എങ്ങും ചെയ്തിട്ടില്ല. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഈ അധ്യാപകരിൽ ഒരു വിഭാഗം ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള അധ്യാപകരുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോൾ അമ്മു സജീവിൻ്റേതായാലും സിദ്ധാർത്ഥിൻ്റെ കാര്യമായാലും അജാസ് ഖാൻ്റെ കാര്യമായാലും എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഭാഗത്ത് അധ്യാപകരില്ലാത്ത ഒരു ഇൻസിഡൻ്റ് ഇല്ല. കോളേജിൽ ഈ അധ്യാപകർ വിദ്യാർത്ഥികളോട് പെരുമാറുന്നത്, എല്ലാ അധ്യാപകരും അടച്ചാക്ഷേപിക്കാൻ തയ്യാറല്ല. ഒരു വിഭാഗം അധ്യാപകർ അവർ എന്തോ കൊണ്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ അവർ രക്ഷകർത്താക്കളോട് പറയാൻ അവർക്ക് ഭയപ്പാടാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു കാര്യം രക്ഷകർത്താക്കളോട് പറഞ്ഞ് ഈ ഒരു കാര്യം നാളെ ചോദിക്കാൻ രക്ഷകർത്താവ് അവിടെ ചെല്ലുകയാണെങ്കിൽ പിന്നെ അവൻ്റെ ഇൻറ്റേർണൽ മാർക്കിൽ പ്രശ്നമായി, അവൻ്റെ സ്വഭാവത്തിൽ പ്രശ്നമായി, അവൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അവരുടെ സർട്ടിഫിക്കറ്റ് അവൻ അപ്പുറം എഴുതും. ആ രീതിയിലാണിത്. പിന്നെ ഇതിനെല്ലാം ചെയ്യുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ ആരൊക്കെയോ ഉണ്ട്. അതാരാണെന്ന് നമുക്കറിയില്ല. കാരണം ഇത്രയും ഉള്ള പല സംഭവങ്ങളിലും ഈ ആരോപണ വിധേയരായവർക്ക് ഇന്ന് വരെ ഒരു പോറലേക്കാതെ നിൽക്കുകയാണ്. ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ ഉൾപ്പെടെ ആയാലും അമ്മു സജീവിൻ്റെ ഉൾപ്പെടെ ആയാലും ഈ കാര്യങ്ങൾ നിൽക്കുകയാണ്. പിന്നെ SME കോളേജിലെ കാര്യം പറയുകയാണെങ്കിൽ ഈ കുട്ടി മരണപ്പെട്ടു. ഇത് കണക്ക് അമ്മു സജീവിൻ്റെ വീട്ടിൽ ഞാൻ പോയ ആളാണ്. അവിടെ ആ കുട്ടി മരണപ്പെട്ടപ്പോഴും അജാസ് മരണപ്പെട്ടപ്പോഴും അവരുടെ ഭാഗത്ത് നിന്ന് കോളേജിൻ്റെ അധികൃതർ ആ കുടുംബത്തെ പോയി കണ്ട് ഒന്ന് ആശ്വസിപ്പിക്കാനോ, നിങ്ങളുടെ കുട്ടിക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് പറ്റിയ, അവിടുത്തെ നമ്മുടെ കോളേജിൽ നിന്ന് പറ്റിയ എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിക്കാം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ സ്വാഭാവികമായിട്ടൊന്ന് ആശ്വസിപ്പിക്കാൻ അതില്ല. ഇപ്പോൾ അജാസിൻ്റെ സാധനം, അജാസിനെ കാണാതാവുന്നെന്ന് അറിഞ്ഞ് അവൻ്റെ മാതാപിതാക്കൾ കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ അടുത്തുള്ള പുഴയിൽ തിരച്ചിൽ നടത്തി അവൻ്റെ ബോഡി കിട്ടുമ്പോഴത്തേക്കും കോളേജിൽ നിന്ന് ഒരു അധ്യാപിക വിളിച്ച് അവനോട് പറയുന്നത്, അജാസിനെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് ചെന്നോ എന്നാണ് പറയുന്നത്. അതാണ് ആ പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ് അതിൻ്റെ ഇതെന്നുള്ളത്. അതുപോലെ തന്നെ അവൻ്റെ മരണം നടന്ന് ബോഡി കൊണ്ടുവന്ന് അടക്കി ഇന്നിപ്പോൾ 75 ദിവസത്തോളം, ഈ 75 ദിവസത്തിനുള്ളിൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് അവനെ പഠിപ്പിച്ച അധ്യാപകരാകട്ടെ, അവൻ്റെ HOD എന്ന് പറയുന്നവരാകട്ടെ, അല്ലെങ്കിൽ ആ കോളേജിൻ്റെ JD ആകട്ടെ, പ്രിൻസിപ്പളാകട്ടെ, അവർ സ്വാഭാവികമായിട്ടും ഒന്ന് വിളിച്ച് ആ കുട്ടിയുടെ മരണം സംഭവിച്ച വീട്ടിലും ജസ്റ്റ് ഒന്ന് വിളിച്ച് തിരക്കണ്ടേ? അത് തിരക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്ന് വേണമല്ലോ. അതില്ല എന്നുള്ളത് നമുക്ക് ബോധ്യമാകുന്ന കാര്യവുമാണ്. ശ്രീ MM നിയാസ്, ഒപ്പം ശ്രീമതി ഷീബ, അമ്മുവിൻ്റെ അച്ഛൻ സജീവനോട് ഞാൻ ഇന്ന് രാവിലെ സംസാരിച്ചു. ഈ 3 കുടുംബങ്ങളിലെയും വിളക്കാണ് കെട്ടുപോയത് എന്നുള്ളത് അധികൃതർ പ്രത്യേകിച്ചൊന്ന് എടുത്തു തന്നെ ഓർത്തു നോക്കണം. നിങ്ങളുടെ വീട്ടിലുമുണ്ടല്ലോ മക്കൾ, ആ മക്കളെയാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ നിങ്ങളുടെ പ്രതികരണമെന്ന് ഓരോ അധ്യാപകരും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡീനായാലും ഹോസ്റ്റൽ വാർഡനായാലും നിങ്ങളുടെ മക്കളെ അവരുടെ സ്ഥാനത്ത് നിർത്തി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ആ നോവിൻ്റെ ആഴമറിയാം. അല്ലാതെ അവർ കണ്ണീരോടെ ചാനലുകൾക്ക് മുന്നിലിരുന്ന് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്ന ഒരവസ്ഥയല്ല ഉണ്ടാക്കേണ്ടത്. ഇവർക്കുള്ള നീതിക്കായി ഈ പോരാട്ടത്തിനൊപ്പം ഞങ്ങളുണ്ടാകും. ഫൈറ്റ് ഫോർ ജസ്റ്റിസ്. നമ്മൾ ഇവർക്ക് നീതി ഉറപ്പാക്കുന്നതിനായി ഈ 3 കുഞ്ഞുങ്ങളുടെ മരണം ഈ വർഷം സംഭവിച്ചതാണ്.